വാൾട്ടർ. അന്ന് ഞാൻ ഇവിടുന്ന് ചോദിച്ചതാ, ആ പുറയിൽ ഇങ്ങനെ കെട്ടുന്നത് വാൾട്ടർ അല്ലേ എന്ന്. അപ്പൊ ഇവിടുന്ന് കോൺഫിഡൻസ് ആയിട്ട് ബ്രോ പറയും വാൾട്ടർ അത് മമ്മൂട്ടി അല്ല. എന്റെ മനസ്സിലുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ആ ഷോട്ട് ഉണ്ടല്ലോ, വാൾട്ടർ ഇങ്ങനെ കെട്ടുന്ന ഒരു സാധനം, അത് മമ്മൂക്കയാണ്. പക്ഷെ കൈയൊക്കെ അല്ല. ആ ടൈമിൽ ഇഷാൻ ബ്രോന്റെ ഒരു നോട്ടം ഉണ്ട് ഇങ്ങനെ. ആ റീലെടുത്ത് നോക്കുക. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോലും ചെറിയ തോതിൽ നമ്മളൊരു നെഗ് കേട്ടത് മമ്മൂക്കയുടെ അവസാനത്തെ ഒരു ക്യാമിയോനെ കുറിച്ചായിരുന്നു. ഡയലോഗ് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടതെന്ന് കുറെ പേര് വിമർശിക്കുന്നത് കേട്ടായിരുന്നു. പത്മഭൂഷൺ മമ്മൂട്ടി ഒരു ലെജൻഡാണ്. ഈ മുടി, ഈ സാധനം മുടി ഇങ്ങനെ ഇട്ടിരിക്കണ ഒരേ ഒരാളെ എനിക്ക് അറിയുള്ളൂ, അത് പഞ്ചാബി ഹൗസിലെ രമണനാണ്. ചുളിവ്, ചുരുളി. ചെറിയൻ, ഐ ഫീൽ ചെറിയൻ പുള്ളി ഐ തിങ്ക് ആ സ്വാഗും സാധനങ്ങളൊക്കെ അതാണ് ആൾക്കാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. ഇത് ഞങ്ങൾ പ്രൂവ് ചെയ്യണം ഈ പടത്തിലൂടെ. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റാർ ടൈപ്പ് മാസി സാധനങ്ങൾ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു. എന്നാണ് ഞങ്ങൾക്ക് ഒരു ഡയറക്റ്റഡ് ബൈ വിശാഖ് നായർ എന്ന് പറഞ്ഞു കാണാൻ പറ്റുന്നത്. അറിയില്ല ബ്രോ, ചെറിയ പടം മതി, ലൂസിഫറൊക്കെ പോലെ. അതെ. മിർച്ചി സ്റ്റാർ പഞ്ചിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ദ മാൻ, ദ കരിങ്കൽ, ദ കൊടുങ്കാറ്റ്, വിശാഖ് നായർ. ബ്രോ വെൽക്കം ടു മിർച്ചി സ്റ്റാർ പഞ്ച്. ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെയും ബ്രോ ഇവിടെ ആയിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് എനിക്ക് സിനിമയിലെ ഏറ്റവും പ്രതീക്ഷ ചെറിയാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണ്, പുള്ളി ബാക്കിയുള്ളവരെക്കാളൊക്കെ സ്കോർ ചെയ്യുന്നു. അതുപോലെ തന്നെ അടിച്ച് പൊളിച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിൽ ആ സീൻ, ഇനിയിപ്പോൾ നമുക്ക് എന്തും പറയാലോ, സിനിമ ഇത്രയായി. ക്ലൈമാക്സിൽ ആ ഒരു ഷർട്ട് വരുന്ന സീൻ ഉണ്ടല്ലോ, ഞാനിവിടെ നമ്മുടെ മാതാമാധുരിയിലിരുന്ന് ഈ പടം കാണുന്നത്, എൻ്റെ പൊന്നോ വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത്രേ ഓളം. അതിലും ഓളം ഞങ്ങളൊരു 7 പേരായിട്ട് ഈ സിനിമ കണ്ട്, ഞങ്ങൾ അതിനേക്കാളും വലിയ ഓളം. നമുക്ക് ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ചെറിയാൻ, പൂക്കി ചെറിയാൻ പറഞ്ഞു. ബിഫോർ ഡെഡിക്കേഷൻ ഇപ്പൊ കിട്ടുന്ന റിസപ്ഷൻ ഉണ്ടല്ലോ, ഭയങ്കര ഇപ്പൊ പറഞ്ഞ സാധനം അത് ഭയങ്കര നമ്മൾ കുറെ ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു. അപ്പൊ അത് കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ, ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ചെറിയാൻ ആസ് എ ക്യാരക്ടർ പുള്ളി അദ്വൈത് എൻ്റെ അടുത്ത് സാധനം കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമായിട്ട് തോന്നി. കാരണം അവൻ ജസ്റ്റ് ഒരു വില്ലനല്ല, അവന്റെ ഒരു സൈഡ് കാണിക്കുന്നുണ്ട്, ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട്, അവന്റെ ഒരു റൊമാൻറ്റിക് സൈഡ് ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പൊ ഇതില്ല, അങ്ങനെ ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഒരു ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ ദാറ്റ് ഫെൽറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി റിഫ്രഷിംഗ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഞാൻ ഇതുവരെ പ്ലേ ചെയ്തിട്ടില്ല പേഴ്സണലി. പടവും പിന്നെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഇത് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ടു അദ്വൈത്, താങ്ക്സ് ടു ഷിയാൻ, താങ്ക്സ് ടു സനൂപ്, ഇവരൊക്കെയാണ് നമ്മളെ കുറിച്ചൊക്കെ ആലോചിച്ചത്. ഇഷാൻ ഓൾസോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം, എനിക്ക് അത്രയും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കാശിന്റെ ഒരു ഹുങ്ക്, അത് മറ്റുള്ളവരുടെ മേത്ത് തീർക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്, റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, തല്ലെരന്ന് മേടിക്കാനായിട്ട് മൂപ്പർ റെഡിയാണ്. പക്ഷെ വെറും തല്ലുപുള്ളി മാത്രമല്ല, ഒരെണ്ണം കിട്ടിയ 10 പുള്ളി തിരിച്ചു കൊടുക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ BTS വീഡിയോ ഇറങ്ങിയായിരുന്നു, ആ വർക്കൗട്ടിന്റെ ഒക്കെ. കുറച്ച് പേരോട് പേഴ്സണലി പറയുകയും ചെയ്ത് ആ ഒരു ഡെഡിക്കേഷന്റെ കാര്യമൊക്കെ എത്രത്തോളം, എത്ര മണിക്കൂർ. ബ്രോ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഓഫീസിൻ്റെ വർക്ക് കഴിയുന്നത് ഓൾമോസ്റ്റ് മാർച്ച് മിഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ഓഫീസിൻ്റെ വർക്ക് കഴിഞ്ഞു, പ്രൊമോഷനും പോസ്റ്റ് റിലീസുകളെല്ലാം. അപ്പം തൊട്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങി. ഷൂട്ട് പടത്തിൻ്റെ കഴിയുന്നത് ഏകദേശം ഒരു നവംബർ മിഡ് ഒക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് സ്കെഡ്യൂൾ ഞങ്ങൾ തീർക്കുന്നത്. അപ്പം അത്രയും കാലം നമ്മൾ ഈ ഡയറ്റും വർക്കൗട്ടും കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും പിടിച്ചു നിന്നു. കാരണം അത് ഈ പടത്തിന് അത്രയും ആവശ്യമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഈ ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഭയങ്കര വലിയ ഫാക്ടറാണല്ലോ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കാനാണ് ആ ഒരു കോമ്പാറ്റ് ട്രെയിനിങ്. കൂടെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഷാമനുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ എന്നും ഒരു 3 മണിക്കൂർ ജിമ്മിൽ സ്ട്രെങ്ത് ട്രെയിനിങ് പരിപാടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ അങ്ങനെ തന്നെ പുഷ് ചെയ്യുന്നത്, ബോഡീനെ അങ്ങനെ പുഷ് ചെയ്യുന്നത്. കാരണം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ഹെൽത്തും ബോഡി ബിൽഡിങ്ങും തമ്മിൽ ഇത് ഡൈവേർജ് ആവും. കാരണം സം ഓഫ് ദോസ് തിങ്സ് നോട്ട് ടെക്നിക്കലി ഹെൽത്തി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാധനമല്ല. നമ്മൾ ബോഡീനെ ശരിക്കും കാർബ്സ് ഒക്കെ ഡിപ്രൈവ് ചെയ്ത് ഹാക്ക് ചെയ്യുവാണ് ബേസിക്കലി ബോഡീനെ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സായിരുന്നു. കാരണം ഫുഡൊക്കെ അളന്ന് കഴിക്കുക, റെസ്റ്റിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക, 8 മണിക്കൂർ ഉറക്കം വേണം. അപ്പോൾ അത്രയും നമ്മൾ ലോക്ക് ഇൻ ചെയ്താലേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നാച്ചുറലി ചെയ്യുമ്പോൾ. അതിപ്പോൾ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ അതിന് ഈ എല്ലാ പടത്തിനും നമുക്ക് അതിനുള്ള ഒരു ലക്ഷറിയും ടൈമും കിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു വിചാരിക്കും. അതിലെനിക്ക് ചെറിയാനോട് മാത്രം ഞാൻ ഇഷ്ടം കൂടുതൽ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെട്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഇതിനു മുമ്പ് റോഷൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. അർജുൻ ചേട്ടൻ്റെ ക്യാരക്ടറും സാവിയോ എന്ന് പറഞ്ഞ ക്യാരക്ടറിലും ഇതിനു മുമ്പുള്ള സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ചെറിയാനിൽ ഞാൻ സാവിയോനെ കാണുന്നില്ല. സാവിയോ ക്രിസ്റ്റി വില്ലനാണ്, പക്ഷെ ക്രിസ്റ്റിയുടെ ഒരു ഷെയ്ഡ് പോലും ഈ ഒരു ക്യാരക്ടറിൽ ഇല്ല.
അതെങ്ങനെ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണത്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് ഫോർ അർജുൻ ആൻഡ് റോഷൻ ഓൾസോ ഇത് അവരുടെ കരിയർ എടുത്തു നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് ആണ് സംഭവം. ഡിഫറെന്റ് ഇൻ ദ സെൻസ് ഐ ഫീൽ റോഷനെ അങ്ങനെ ഒരു മാസ് ഹീറോ ടൈപ്പ് സാധനം നൈറ്റ് ഡ്രൈവിലാണ് കുറച്ചൊക്കെ അത് കിട്ടിയത്. പക്ഷേ ഇതിൽ ഒരു വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഭയങ്കര മാതിരി മേക്കിംഗ് ആണല്ലോ അതിൽ. അപ്പോൾ അവനും ഇതൊരു പുതിയ സാധനമാണ്. അർജുന് ഇതിൽ മറ്റേ ലോക്കോ ലോബോയും സാവിയും രണ്ട് ആൾക്കാരാണ്. ഇറങ്ങി കയറുമ്പോൾ മച്ചാന്റെ എനർജി വേറെയാണ്, വേറൊരു മൂഡ് സാധനമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് ഓഫ് അവൻ്റെ പെർഫോമൻസും കൂടെ ആയിരുന്നു. ഭയങ്കര രസമായിട്ട് അവൻ കളിച്ച സാധനം. സോ ഐ തിങ്ക് ഫോർ ദം ഓൾസോ പുതിയതാണ്. അർജുൻ ഇങ്ങനത്തെ ഒരു മാസി സാധനം അജയകാന്തരൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ മറ്റേ സോഫ്റ്റ് ആസ്പെക്ട് ഓഫ് ഹിസ് ക്യാരക്ടർ വിത്ത് ഒരു മാസി സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് സ്പെഷ്യൽ ടു ഓൾ ഓഫ് us. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും മറ്റേ ഇത് ഞങ്ങൾ പ്രൂവ് ചെയ്യണം ഈ പടത്തിലൂടെ. ദാറ്റ് യു നോ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്കും ഈ പറഞ്ഞ സ്റ്റാർ ടൈപ്പ് മാസി സാധനങ്ങൾ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൻ ഐ ഫീൽ ചെറിയൻ പുള്ളി ഐ തിങ്ക് ആ സ്വാഗും സാധനങ്ങളൊക്കെ അതാണ് ആൾക്കാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് ഒരു വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ റിട്ടൺ ക്യാരക്ടർ അല്ലെങ്കിൽ അത് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നും. ഇപ്പം ഇതിലിപ്പോൾ റൈറ്റിങ്ങിലും ഇയാളുടെ വേറെ സൈഡൊക്കെ കാണിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ക്രിപ്റ്റിലുണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ. സോ ഇറ്റ്സ് പിന്നെ നമ്മൾ മാത്രം നിന്ന് സ്ലോ മോഷൻ നടക്കാൻ പറ്റില്ലല്ലോ. കൂടെ നിൽക്കുന്ന ഇവ നമ്മുടെ കൂടെയുള്ള മച്ചന്മാരാണെങ്കിലും മറ്റേ ഷാഡോ എന്നുള്ള സാധനമൊക്കെ അവർ പുൾ ഓഫ് ചെയ്ത് രസം എന്ത് നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മേഡ് ചെറിയൻ സ്പെഷ്യൽ. റെഫറൻസ് വല്ലതും ഉണ്ടായിരുന്നു? അതായത് എനിക്ക് ചില സമയത്ത് ലെഡ്ജറിന്റെ ജോക്കർ അല്ല, പക്ഷേ കോമിക്കിലുള്ള ജോക്കർ ഇല്ലേ, ആ ഒരു ലീൻ ഫേസ് ഉള്ള ജോക്കർ, എനിക്ക് ആ ഒരു റെഫറൻസ് ഒക്കെ തോന്നിയായിരുന്നു. അങ്ങനെ വല്ല കാണിക്കുമോ? ജോക്കർക്ക് ഇപ്പോൾ ഓഫീസർ വന്നപ്പോഴും കുറെ പേര് ഇത് പറഞ്ഞു ജോക്കർ ഈ പരിപാടി മറ്റേ. ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ആ ക്യാരക്ടറിനോട് ജോക്കർ എന്ന ക്യാരക്ടർ ലെറ്റോ ആണെങ്കിലും ലെഡ്ജറിനെ ആണെങ്കിലും നിക്കിൾസിനെ ആണെങ്കിലും ജോക്കറിന്റെ ആ ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കര ഫാസിനേഷൻ ആണല്ലോ. അപ്പോൾ പുള്ളി ഹീസ് ദി അൾട്ടിമേറ്റ് വില്ലൻ എന്നുള്ള ഒരു സാധനം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതായിട്ടൊരു കമ്പാരിസൺ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹ്യൂജ് എന്താ പറയുക ഒരു ക്രെഡിറ്റ്. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് അതായിരുന്നില്ല ഇതിൻ്റെ ഒരു റെഫറൻസ്. നമുക്ക് കുറച്ചും കൂടി ആനിമേ ആയിരുന്നു റെഫറൻസ്. ഒരു പോയിന്റ് ഡിസ്കഷൻസിൽ ഈ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് യുനോ ഈ ആനിമേ പഞ്ച് ലൈൻസ് ഉണ്ടല്ലോ, ആനിമേ കാണുന്നവർക്ക് അവർ യൂസ് ചെയ്യുന്ന കുറെ സൗണ്ട്സ് ഉണ്ട്, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ആനിമേ ഫാൻ ആക്കിയാലോ എന്നുള്ളൊരു തോട്ട് പോലും ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ പിന്നെ അത് വേണ്ട, അത് കുറച്ച് ഓവറാവും. ഫോർട്ട് കൊച്ചിയിലത്തെ ഒരു ആനിമേ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് എക്സ്ട്രാ ആയി പോകുന്നു വിചാരിച്ചു, അതൊക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ആനിമേ ഒരു റെഫറൻസ് വന്നു. അതിലത്തെ വില്ലന്മാരൊക്കെ എങ്ങനെയാണ് മറ്റേ ഈ ലുക്കിന്റെ കാര്യത്തിലൊക്കെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന കുറെ മച്ചന്മാരുണ്ട്, എസ്പെഷ്യലി ചൈൽഡ്ഹുഡിലൊക്കെ. എന്താ പറയാ, ഏറ്റവും കാശുള്ള മച്ചാൻ അവന്റെ എല്ലായിരിക്കും പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ അവന്റെ എല്ലായിരിക്കും ഫുട്ബോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമല്ലോ ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊക്കെ, ഈവൻ ദോ വി ഡോണ്ട് ലൈക്ക് ഹിം. അപ്പൊ അങ്ങനത്തെ ഒരു മച്ചാനാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു റൂട്ട് തോട്ടായിരുന്നു റെഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ. നമ്മുടെ വാൾട്ടർ, അന്ന് ഞാനിവിടെ ചോദിച്ചതാ, ആ പുറയിൽ ഇങ്ങനെ കേട്ടത് വാൾട്ടർ അല്ലേന്ന്. അപ്പൊ ഇവിടുന്ന് കോൺഫിഡൻസ് ആയിട്ട് ബ്രോ പറയും വാൾട്ടർ അത് മമ്മൂട്ടി അല്ല. ആ ടൈമിൽ ഇഷാൻ ബ്രോന്റെ ഒരു നോട്ടം ഉണ്ട് ഇങ്ങനെ, ആ റീലെടുത്ത് നോക്കുക. എന്തായാലും ഓൾറെഡി അറിയാമായിരുന്നു നമുക്കത് മമ്മൂക്ക കാര്യങ്ങളൊക്കെയാണെന്ന്. പക്ഷെ ആ ക്ലൈമാക്സിൽ മമ്മൂക്കനെ സാക്ഷിയാക്കി അവിടെ ഇരുത്തി ആ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി എന്താ പറഞ്ഞത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ പോയിന്റിൽ. കാരണം മമ്മൂക്കെ സാക്ഷിയായിട്ട് ഇരുത്തി നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മള് 10-15 ടേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുപ്പിക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിനും ഒരു പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഭാഗ്യത്തിന് അതേപോലുള്ള സീൻസ് ഒക്കെ നമ്മൾ ആദ്യമേ ഷൂട്ട് ചെയ്തു. അപ്പോ അദ്വൈത്ത് മമ്മൂക്കയുടെ റിയാക്ഷൻസും നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ മറ്റേ കിക്കിന് ശേഷം അദ്ദേഹത്തിന് നോക്കി ചെയ്യുന്ന സാധനങ്ങളൊന്നും ആ പോയിന്റിൽ നമുക്ക് അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റിയാക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതിന് പറ്റിയൊരു സാധനം നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിയോട് വന്നപ്പോൾ ചില സാധനങ്ങളൊക്കെ മറ്റേ ഷെയ്ഡ്സ് എറിയുന്ന സാധനമൊക്കെ. അപ്പം മമ്മൂക്ക ഈസ് ഓൾസോ വെരി ഫേമസ് ഫോർ ഹിസ് ലവ് ഫോർ ഫാഷൻ, ഫോർ മറ്റേ വണ്ടികളുടെ ഒരു പ്രേമി, ടെക്നോളജി, ക്യാമറാസ്. ഇപ്പൊ ഷെയ്ഡ്സ് ഇസ് വൺ ഓഫ് ദോസ് തിങ്സ് അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സാധനമാണല്ലോ. അപ്പൊ അതില് നമ്മളിത് എത്ര കണ്ടിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞ് എറിയുമ്പോൾ ലൈക്ക് യെസ് നമ്മളെ നോക്കിയാണല്ലോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു കിക്ക് വേറെ ആയിരുന്നു. ഇപ്പൊ പുത്തൻപണം അല്ലേ അതിനു മുമ്പ് വർക്ക് ചെയ്തത്, എന്തായിരുന്നു അതിനുശേഷം ഈ സമയത്ത് കണ്ടപ്പോഴത്തേക്കും? ഐ തിങ്ക് കുറച്ചും കൂടെ നമുക്ക് ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് ബെറ്റർ ആയിട്ടുണ്ട് നമുക്ക്. കാരണം 10 വർഷം ആയല്ലോ. അപ്പൊ നമുക്ക് സിനിമയും സെറ്റും ഒക്കെ ആ ടെൻഷൻ ഇല്ല. ഇപ്പൊ വി ക്യാൻ ബി കംഫർട്ടബിൾ ഓൺ എ സെറ്റ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വന്നപ്പോഴും നമുക്ക് ഓഫ് കോഴ്സ് പോയി സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ഇതുണ്ട്, നെർവസ്നെസ് ഉണ്ട്, ഒരു റെസ്പെക്ട് ഉണ്ട്. പക്ഷെ എന്നാൽ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക്. ഇനിയിപ്പോൾ നമുക്ക് ചത്താപ്പച്ചയൊക്കെ മാറ്റി
എല്ലാം മാറ്റി വയ്ക്കുക, ക്രിസ്റ്റീനെ മാറ്റുക, കുപ്പീനെ മാറ്റുക, ഇതെല്ലാം മാറ്റി വെച്ച ആരാണ് വിശാഖ് നായർ? എന്താണ് വിശാഖ് നായർ? എങ്ങനെയാണ് ഈ സിനിമാ ഭ്രാന്ത് ഇത്രയും ഇതായിട്ട് വന്നത്? സിനിമ ഭ്രാന്ത് ചെറുപ്പത്തിലെ തലയിൽ കയറിയതാണ് ആ ഭ്രാന്ത്. അച്ഛനാണ് അതിനുള്ള കാരണം. പുള്ളി ഭയങ്കരമായിട്ട് ചെറുപ്പത്തിലെ പുള്ളി കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും ഭയങ്കര സിനിമ പ്രേമിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തറവാടൊക്കെ ചെറുവട്ടൂരാണ്, പെരുമ്പാവൂരം. അവിടുന്ന് പിന്നെ മോട്ടറിൽ നിന്നൊക്കെ അവർ സ്കൂട്ടർ ഓടിച്ച് ഇവിടെ ഷെനോയ്സ് വരെ 70mm ജെയിംസ് ബോണ്ടിൻ്റെ പടങ്ങളും അതൊക്കെ കാണാനൊക്കെ പണ്ട് പുള്ളി വരുമായിരുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഒരു ഫിലിം ലവർ ആയതുകൊണ്ട് അദ്ദേഹം ചെറുപ്പകാലത്തിലെ നല്ല ഫിലിംസൊക്കെ നമ്മളെ കാണിക്കുക, നല്ല ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ കാണിക്കുക, അതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതെന്തോ ലൈഫിൻ്റെ ഒരു ഭാഗമായി. എല്ലാ വീക്കെൻഡും ഒരു 2 പടം കണ്ടിരിക്കണം. സ്കൂളിൽ അവിടെ ഫ്രൈഡേയും സാറ്റർഡേ ആണ് അവധി ദുബായിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ വീക്കെൻഡ് ഒരു 1 നൈറ്റ് ഞങ്ങളുടെ പടമായിരിക്കും, അടുത്ത നൈറ്റ് മലയാളം പടമായിരിക്കും. അപ്പം അങ്ങനെ മാറി മാറി ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് സിനിമ കാണുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വെർ ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം. പിന്നെ കാലും കൈയും പിടിച്ച് ഒരു ചെറിയൊരു ക്യാമറയൊക്കെ മേടിച്ചു തന്നു. മറ്റേ അത് വെക്കേഷനൊക്കെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ അപ്പോൾ അതിൽ നമ്മൾ ഷൂട്ട് ചെയ്യാവുന്നു. അതിൽ ടേപ്പാണ്. അപ്പോൾ ടേപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓക്കെ ടേക്ക് കിട്ടുന്നവരെ ഓർഡറിൽ വേണം ഷൂട്ട് ചെയ്യാൻ. ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഷോട്ട് വെച്ചാൽ അത് ഓക്കെ, ഇനി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ റിവൈൻഡ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ റീറെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ എഡിറ്റ് കംപ്ലീറ്റ്ലി അവിടെയാണ്. അപ്പോൾ ഔട്ട് എടുക്കാനുള്ള ഒരു വഴിയൊന്നും ആ പോലെ നമുക്ക് അറിയില്ല. പിന്നെയാണ് മറ്റേ ഫയർ വഴി കമ്പ്യൂട്ടറിലേക്ക് കുത്താമും ഇവിടുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബിറ്റ് ബൈ ബിറ്റ് സംഹൗ ആ പ്രോസസ്സ് പഠിക്കാൻ പറ്റി. പിന്നെ എല്ലാ വർഷവും ഒരു ഷോർട്ട് ഫിലിം പിടിക്കുക എന്നുള്ളൊരു മൂഡിലേക്കായി. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഒരു 3-4 ഷൂട്ട് ചെയ്ത്, പിന്നെ കോളേജിൽ ഒരെണ്ണം ഷൂട്ട് ചെയ്തു. കോളേജിൽ കോമഡി ആയിരുന്നു. അന്ന് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് നാട്ടിൽ NIT. അപ്പോൾ അവിടെ ഈ ക്യാമറ ക്രെയിനും റിഗൊക്കെ നമ്മുടെ എന്താ പറയുക ഉണ്ടാക്കാൻ മേടിക്കാൻ ഒരു വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ലാബിൽ പോയി വർക്ക്ഷോപ്പിൽ പോയി നമ്മൾ പൈപ്പൊക്കെ വെട്ടി ഇതുപോലത്തെ ഒരു ചെയർ എടുത്ത് മുകളിൽ സാധനം ഫിറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഒരു ട്രോളി പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നാച്ചുറലി ജസ്റ്റ് ഹാപ്പൻ ബ്രോ. അത് എങ്ങനെ എപ്പോൾ ഫ്ലിപ്പ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ NIT ഒക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു ജോലിയൊക്കെ മേടിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണ് സിനിമ മാത്രം, ബാക്കിയുള്ളവരെ കൂടെയുള്ളവരെ സപ്പോർട്ട്? എൻ്റെ വീട്ടിലൊക്കെയാണെങ്കിൽ അമ്മ വല്ല മടലിട്ടിരിക്കും. അവർക്ക് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ആസ് പേരൻസ് അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പോയിന്റിൽ നമ്മുടെ പാഷൻ എത്രമാത്രം ഉണ്ടെന്നുള്ളത് അവരെ പ്രൂവ് ചെയ്യണം ഇൻ സം വേ ഓർ ദി അതർ, അല്ലേ? അപ്പോൾ എൻ്റെ അതിനുള്ള ഔട്ട്ലെറ്റ് വാസ് ടു കീപ് ഡൂയിങ് ഷോർട്ട് ഫിലിംസ്, കീപ് ഡൂയിങ് തിയേറ്റർ. കോളേജിലാണെങ്കിലും കണ്ടിന്യൂസ്ലി ഞാൻ 11th ആയപ്പോൾ തന്നെ തീരുമാനിച്ചു എനിക്ക് സിനിമയാണ് എന്നുള്ളത്. അന്ന് പറഞ്ഞപ്പോൾ they were not too, they didn't take me too seriously. കാരണം എനിക്ക് ഒബ്വിയസ്ലി പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ ഒന്നും. പിന്നെ കോളേജിലും നമ്മൾ തിയേറ്റർ കുറേ ചെയ്തു. അതിന് പിന്നെ ജോലി കിട്ടിയപ്പോൾ അവിടെയും ഒരു ദിവസത്തിൻ്റെ പകുതി നമ്മൾ നാടക പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വൈകുന്നേരം ഫുള്ള് പ്രാക്ടീസ്, രാവിലെ ഫുള്ള് ജോലി. അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കും ഇവൻ സീരിയസ് ആണ്, ഇതിനെക്കുറിച്ച് ഇത് കുറച്ച് പ്രശ്നമാണ് എന്നുള്ളത്. പിന്നെ ഓഡിഷൻ കിട്ടി കഴിഞ്ഞപ്പോഴും ഒരു ഫൈനൽ കോൺവെർസേഷൻ നടത്തി ഇവിടെ. അച്ഛമ്മ ഇതാണ് സീൻ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ട്രൈ ചെയ്തോട്ടെ, ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് ട്രൈ ചെയ്യാം, വർക്ക് ആവണമെങ്കിൽ. പിന്നെ ഭാഗ്യത്തിന് ഫസ്റ്റ് ഫിലിം ഹിറ്റായി. അപ്പോൾ പിന്നെ ലൈസൻസ് കിട്ടി. പിന്നെ ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ്. ഇപ്പോൾ നമുക്ക് തൊടുന്നതെല്ലാം പൊന്നാക്കാൻ പറ്റില്ല. ചില സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും, ചിലത് അതേ രീതിയിൽ ചിലപ്പോൾ ബോക്സ് ഓഫിൽ പരാജയവും. പക്ഷെ എന്നാലും ആ ഒരു പരാജയത്തിനൊക്കെ ബ്രോ എങ്ങനെ നോക്കി കാണുന്നത്? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓക്കെ അത് പരാജയപ്പെടട്ടെ അടുത്ത് ഞാൻ കയറും, ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? അത് കുറേ സമയം എടുത്ത് വന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. ഒരു 2018-19 ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന പടങ്ങൾ ഒന്നും വർക്ക് ആവാണ്ടായി. കുറേ പടങ്ങൾ ബാക്ക് ടു ബാക്ക് വർക്ക് ആവാറുണ്ടായി. പിന്നെ നമ്മൾ ഒരു മെന്റൽ ഫറ്റീഗ് എത്തി തുടങ്ങിയായിരുന്നു. ഈ സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് കുറച്ച് അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഫയർ എവിടെയോ പോകുന്ന പോലെ തോന്നി. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടി ചേഞ്ച് ചെയ്യാൻ ഒരു ചെറിയതായിട്ട് നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാം. ലെറ്റ്സ് സീ, ഇത്രയും നാൾ നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും നടന്നില്ല. ലെറ്റ്സ് ട്രൈ ടു ബി ലിറ്റിൽ ഡിറ്റാച്ച്ഡ് എന്നുള്ള ഒരു തെറപ്പിയും പിന്നെ അല്ലാണ്ട് വേറെ മാർഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ അതിലോട്ട് എത്തുന്നത്, ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. കാരണം അങ്ങനെ നമ്മൾ ഭ്രാന്തായി പോയത് നമ്മുടെ കലയെയും എഫക്റ്റ് ചെയ്യും, ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യും, ഭയങ്കര പ്രശ്നമാവും അത് ഡിപ്രഷനിലോട്ടൊക്കെ നമ്മൾ പോയാൽ. പിന്നെ സ്ലോലി ആഫ്റ്റർ ഐ സ്റ്റോപ്ഡ് കെയറിങ് സോ മച്ച് അബൌട്ട് സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ദ ഫിലിം, കുറച്ചുകൂടെ നമുക്കും അത് ആ പ്രഷർ ഓഫാണല്ലോ. ഓട്ടോമാറ്റിക്കലി ഐ ഫീൽ അത് നമുക്ക് ഭയങ്കര ഫ്രീയിങ് ആണ്. നമ്മൾ അഭിനയിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഈ പടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മാസാനം ഇട്ടാൽ ചിലപ്പോൾ അത് കണ്ട് എന്നെ ഡയറക്ടർ അടുത്ത പടത്തിലേക്ക് ഒരു മാസാനത്തിന് വേണ്ടി വിളിക്കുന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു.
പിന്നെ ഇറ്റ് വാസ് ഈസിയർ. പിന്നെ നമുക്ക് കിട്ടുന്ന റോൾ എന്താണോ അത് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമായി മാറിയപ്പോൾ ഐ ഫീൽ ഇപ്പോൾ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ്, ബട്ട് കുറച്ചും കൂടെ നമുക്ക് സെൽഫിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജോലിയും കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബെസ്റ്റ് അബിലിറ്റിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറയാനുള്ള ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തി ഓവർ ടൈം. ശരിക്കും ആദ്യത്തെ പടം കിട്ടുന്നതാണോ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനുശേഷം പടം കിട്ടാനാണോ ബുദ്ധിമുട്ട്? അതിനുശേഷം പടം കിട്ടാൻ എളുപ്പമായിരിക്കും, പക്ഷെ അതിനുശേഷം നമ്മൾ ഈ പിടിച്ചു നിൽക്കാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അയാളുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അയാൾ ഓഡിയൻസിന് ഒരു പെർസെപ്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻഡസ്ട്രിയിലുള്ള നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യണം, അങ്ങനെ പല ഫാസറ്റ്സ് ഉണ്ടല്ലോ. അതാണ് ഈ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ശരിക്കും എല്ലാവർക്കും അവരുടേതായ ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു വൺ സൈസ് ഫിറ്റ് സൊല്യൂഷൻ ഇല്ല. എവരി വൺ ഹാസ് ടു ഫിഗർ ഔട്ട് എങ്ങനെ ചെയ്യണം, അവർക്ക് എന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. സോ അത് ഫിഗർ ഔട്ട് ചെയ്യാനും കുറച്ച് സമയം എടുത്തു. ഇപ്പം ഈയിടെ ഫുൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈഫിൻ്റെ ഇങ്ങനെ കൈ പിടിച്ച് ഫ്രണ്ടിലോട്ട് വരാൻ പറയുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത്. സോ നമുക്ക് ഇനി വൈഫിനെ കുറിച്ച് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല, വീട്ടിലോട്ട് തിരിച്ചു പോകണമല്ലോ. സോ വൈഫ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ കാര്യത്തിൽ? വൈഫ് ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ലവ് മാരേജ് ആണെന്ന് കരുതിയത്. ആണെന്ന് തന്നെ പറയാം. ഞങ്ങൾ മീറ്റ് ചെയ്തത് ഓൺലൈനാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പേരൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ട് ഒരു ഫോർമൽ മാരേജിന്റെ ആ ഒരു ട്രാക്കിൽ പോയി. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ആഫ്റ്റർ മാരേജ് ദാറ്റ് ഈവൻ ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് സിനിമ അല്ലെങ്കിൽ ഈ ഒരു കല അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രി എന്താണ്, ഈ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെതായ കോംപ്ലക്സിറ്റീസ് ഒക്കെ മനസ്സിലാക്കുമല്ലോ. കാരണം നമ്മുടെ ജോലിയുടെ ടൈമിങ്സ് ഒക്കെ ഭയങ്കര വീടാണ്. രാവിലെ 6 മണിക്ക് പോയാൽ പിന്നെ 10-12 മണിയാവും തിരിച്ചു വരാൻ. ഷൂട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ കേസ് ഫോർ കുറേ ദിവസങ്ങൾ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ബട്ട് വൺസ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ദ ലൈഫ്. പിന്നെ ജോലിയില്ലാത്ത സമയത്ത് നമ്മൾ മാസങ്ങളോളം വെറുതെ വീട്ടിലിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത് മനസ്സിലാക്കാൻ ആദ്യം കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ദെൻ നൗ ഷീ ഈസ് എൻ്റെ PR, എൻ്റെ സ്റ്റൈലിസ്റ്റ്, എൻ്റെ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന എല്ലാം. ഇൻഫാക്ട് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറൈസേഷൻ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓഡിഷൻസ് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓഡിഷൻസിൽ പുറകിൽ ക്യാമറ പുറകിൽ നിന്ന് ഇവളായിരിക്കും ഡയലോഗ് വിളിക്കുന്നത്. ഷീ ഈസ് ആക്ച്വലി എ ഗുഡ് നല്ലൊരു ആക്ടർ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. അപ്പോൾ പുള്ളിക്കാരത്തി അതിലും ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫോൺ എടുത്ത് നോക്കി അതിൽ ഫുൾ എൻ്റെ ഓഡിഷൻസ് ആണ്. ഒരു റീൽ തന്നെ ഉണ്ടാക്കുക, അത്രയും ഓഡിഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ എവറി സെൻസ് അങ്ങനത്തെ ഒരു ആള് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇപ്പോഴും ഓഡിഷൻ്റെ കഴിക്കും ഇവിടെ ആയിരിക്കില്ല, പക്ഷെ ഇവിടെ മയക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഡിഷൻസിനും അങ്ങനെ വയ്ക്കാറില്ല. പക്ഷെ പുറത്ത് ഇപ്പോഴും നല്ല പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ എന്തായാലും ഓഡിഷൻസ് ആയിരിക്കും. ഇപ്പം ഈ പുറത്തത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഇൻഡസ്ട്രിയും അവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ? ഐ മീൻ ഈ ബോളിവുഡ് ഫീൽഡും ഐ തിങ്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം ഈ ഓഡിഷൻ കൾച്ചർ ഫോർ എക്സാമ്പിൾ, അതൊക്കെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ സാധനങ്ങളാണല്ലോ. അവിടെ നിന്ന് വരുന്നൊരു സാധനമാണല്ലോ ഈ ഓഡിഷൻ കൾച്ചർ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം അതിലെല്ലാത്തിനെയും കുറച്ചും കൂടി ഫോർമലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു ഓഡിഷൻ ചത്തപ്പച്ചയ്ക്ക് നമ്മൾ ഓഡിഷൻ വെച്ചപ്പോൾ ഒരു കാസ്റ്റിംഗ് ഏജൻസി അല്ല അത് ചെയ്തത്. എൻ്റെ ഡയറക്ഷൻ ടീം തന്നെ അല്ലെങ്കിൽ സിനിമറ്റോഗ്രഫി ടീമും കൂടെ ചേർന്നാണ് അതൊക്കെ നടത്തുന്നത്. അവിടെ അങ്ങനെയല്ല, ദേ ഹാവ് എ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ഇറ്റ് സെൽഫ് ഫോർ കാസ്റ്റിംഗ്. കാരണം അത്രയും അധികം ആൾക്കാർ അവിടെ സിനിമാ മോഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് വരുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. അവിടെ ആറെണ്ണകളിലൊക്കെ പോകണം. ശരിക്കും പറഞ്ഞാൽ ദാറ്റ്സ് വെൻ വി ആസ് ആക്ടേഴ്സ് റിയലൈസ് ദറ്റ് ഞാൻ ബോംബെ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ദറ്റ് ഓണസ്റ്റ്ലി വീവ് ഹാഡ് ഇറ്റ് ഈസി. കാരണം ഇവന്മാരൊക്കെ അവിടെ വന്ന് രാവിലെ ചിലപ്പോൾ ഊബർ ഓടും, വൈകുന്നേരം ഫുൾ ടൈം അവർ നാളെ പ്രാക്ടീസിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു മറ്റെന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും. പക്ഷെ ഫുൾ ടൈം ഈ പറഞ്ഞ ആറാം നഗർ എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെ അവിടെ കാസ്റ്റിംഗ് ഏജൻസീസ് ആണ് ബാക്ക് ടു ബാക്ക്. അവിടെ ഇവർ ക്രൗഡ് കൂടി നിന്ന് എന്നും ഒരു 5-6 ഓഡിഷൻസ് കൊടുക്കും. നമുക്കിപ്പോഴും അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നും ഒരു 2-3 ഓഡിഷൻസ് എ ഡേ അവർ കൊടുക്കും എങ്ങനെയെങ്കിലുമൊക്കെ വന്നാലും. അപ്പോൾ ദാറ്റ്സ് ദ ടാർഗറ്റ്. അപ്പോൾ അവരത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്കെയിലും പൈസയും വലുതാകുമ്പോൾ അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളുണ്ട്. ബ്യൂറോക്രസി കൂടുതലാണ്. ചിലപ്പോൾ ഒരു ഫാമിലി എൻവയൺമെൻറ്റ് ഒന്നും എല്ലാ പടത്തിലും കിട്ടിക്കൊള്ളുന്നില്ല. ഞാനവിടെ ഇപ്പോൾ ഒരു 4 ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 4. അതിൽ മറ്റേ ഇപ്പോൾ വരാൻ പോകുന്നൊരു സാധനത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് ആ ഒരു എൻവയൺമെൻറ്റ് കിട്ടിയത്. റിലീസ് ചെയ്യാൻ പോകുന്നൊരു സീരീസിൽ അതിൽ മേക്ക് ചെയ്ത ഫ്രണ്ട്സും അതിൻ്റെ ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം നമുക്ക് ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് എവറി ഫിലിം. ഇപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചെറുപ്പത്തിൽ മറ്റേ ക്യാമറയൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ കൂടുതൽ ആ സമയത്ത് ഡയറക്ഷൻ തന്നെയാണ്. പക്ഷെ ഇപ്പോഴെന്താണ് ആ ഒരു ഡയറക്ഷൻ സൈഡിലോട്ട് മാറാറുണ്ട്? ഐ മീൻ ഒരു സിനിമ എന്നാണ് ഞങ്ങൾക്ക് ഒരു ഡയറക്റ്റഡ് ബൈ വിശാഖ് നായർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നത്? അറിയില്ല ബ്രോ, ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഫീൽ ദറ്റ് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇറ്റ്സ് എൻ ആഡഡ് റെസ്പോൺസിബിലിറ്റി ഓൾസോ അല്ലേ. ഭയങ്കരമായിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു 2 മാസത്തേക്ക് പോയി അഭിനയിച്ചിട്ട് വരുന്ന പോലെ അല്ലല്ലോ. മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ മിനിമം 1 വർഷം അതിനുവേണ്ടി മാറ്റി വെക്കണമല്ലോ. പ്രോപ്പറായിട്ട് ചെയ്യണം, എസ്പെഷ്യലി ഫസ്റ്റ് ഫിലിം ആകുമ്പോൾ.
അപ്പോൾ അതിനുള്ള സമയം എപ്പോൾ കിട്ടുന്നു അപ്പോൾ ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഗോയിങ് വിത്ത് ദ ഫ്ലോ. ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സ്വപ്നം ഇപ്പോഴും ഉണ്ട്. എഴുത്തൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പല ആക്ടേഴ്സായിട്ടോ ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജാം ചെയ്യാനൊക്കെ ഇരിക്കും. സ്ക്രിപ്റ്റ്സ് ഒരു രണ്ടെണ്ണം ഇപ്പോൾ എഴുതി കംപ്ലീറ്റ്ലി രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിച്ചിങ് നടക്കുന്നുണ്ട്. ചെറിയ പടം മതി, ലൂസിഫർ ഒക്കെ പോലെ. അതെ. ഇപ്പൊ ബ്രോ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട് ഹൃദയത്തിന് വേണ്ടിയിട്ട്. ലോകയില് ചെറിയൊരു സീൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പൊ ചെറുതെന്നല്ല വലുതെന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പാഷൻ എന്താണ്? അല്ല അതൊക്കെ ഇറ്റ്സ് ബിക്കോസ് നമ്മുടെ ഫ്രണ്ട്സും വെൽ വിഷേഴ്സും ആണല്ലോ ആ പടങ്ങളിലോട്ടൊക്കെ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ എന്തായാലും നമ്മൾ പോയി ചെയ്യുമല്ലോ. ഈ ലോകയിൽ അങ്ങനെ വിളിച്ചിട്ട് പോയത് തന്നെയാണോ? ഞാൻ കരുതിയത് ആ സമയത്ത് ബ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അല്ല അതങ്ങനെ ഞാനിപ്പോൾ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ഇമാര് ഷൂട്ട് ചെയ്ത് നോക്കുന്നപ്പോൾ ഞാൻ ഡൊമിനിക്കിനെ വിളിച്ചിട്ട് സിനിമ ഉണ്ടോ നമുക്കൊന്ന് ക്യാച്ചപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞങ്ങളൊരു പബ്ലിക് ഷൂട്ട് ചെയ്യണം, നീ ഫ്രീ ആണോ ഒന്ന് വരൂ? ഓക്കെ വന്നു, ക്യാമറ വെച്ചു, ഷൂട്ട് ചെയ്തു, പോയി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്തൊരു സാധനം ഒന്നും. എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, ശരിക്കും ഡിലീറ്റഡ് സീനാണ്. പുള്ളി അടുത്ത പാർട്ടിയിലുണ്ട് വേറെ ഏതൊരു മ്യൂട്ടന്റ് ആയിട്ട്. അതറിയില്ല, അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. പക്ഷേ ദാറ്റ്സ് ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്. ഈവൻ ഹൃദയമാണെങ്കിലും വിനീതനോട് വർക്ക് ചെയ്യണം നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ റോളൊന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പുള്ളി സജസ്റ്റ് ചെയ്തപ്പോൾ പോയി ചെയ്തതാണ്. അല്ലാണ്ട് അങ്ങനെ നമ്മൾ തേടി പിടിച്ച് പോയി ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ചെയ്യുന്നതല്ല. ഇപ്പം നമുക്ക് ചത്താപ്പച്ചയിലോട്ട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചതാണ്. അതിൽ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോലും ചെറിയ തോതിൽ നമ്മളൊരു നെഗ് കേട്ടത് മമ്മൂക്കയുടെ അവസാനത്തെ ഒരു ക്യാമിയോനെ കുറിച്ചായിരുന്നു. ഐ മീൻ ഡയലോഗ് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടതെന്ന് കുറേ പേര് വിമർശിക്കുന്നത് കേട്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ പ്രസ് മീറ്റിൽ അതിന് ശേഷം നമുക്ക് പറഞ്ഞായിരുന്നല്ലോ മട്ടാഞ്ചേരി എന്നുള്ള ഒരാളാണ്, അയാൾ അങ്ങനെയാണ് പറയുന്നത്. ബ്രോയ്ക്ക് അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? എക്സാക്ട്ലി ദാറ്റ്. മമ്മൂക്ക അവിടെ ഒരു ആക്ടറായിട്ടാണ് വന്നത്. ഹി ഡിഡ് ജസ്റ്റിസ് ടു ദാറ്റ് ക്യാരക്ടർ. അതുകൊണ്ട് ഈവൻ അതൊരു ഭയങ്കര ബോൾഡ് ചോയ്സ് അല്ലേ. എക്സ്പെക്ടേഷൻസ് അല്ല അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഹിസ് ക്യൂരിയോസിറ്റി, ഹിസ് എക്സൈറ്റ്മെന്റ് ടുവേർഡ്സ് ദ ക്യാരക്ടർ ഇസ് ഡ്രൈവിങ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോയ്സസ് അവിടെ എടുക്കുന്നത്. ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ചോയ്സാണ്. എന്നാലും ഡാറ്റു ഞങ്ങളുടെ കോസ്റ്റാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, പുള്ളി ഇവിടെ നിന്നാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. അവിടെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ 3-4 ടൈപ്പ് ആക്സൻസും ഡയലക്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് പിടിച്ചത് നമ്മളിപ്പോൾ കേട്ട് പരിചയമില്ലാത്തൊരു സാധനം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ ഒരു റിയാക്ഷൻ വന്നത്. ബട്ട് ദാറ്റ് ഈസ് ദി ഒത്തന്റിക് representation of that character. അപ്പോൾ ഇറ്റ്സ് എ ടെസ്റ്റ്മെന്റ് ടു അദ്ദേഹത്തിന്റെ ബ്രേവറി ഈസ് വാട്ട് ഐ ഫീൽ. അങ്ങനത്തെ ഒരു ചോയ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾവേസ് എ വെരി വെരി ബ്രേവ് തിങ് ടു ഡു. അപ്പോൾ അത് ക്രിറ്റിസിസം അത് വരുമ്പോൾ നമ്മൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. എന്ന് വെച്ചാൽ പടം നല്ലതല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈവൻ ആ സീൻസിന്റെ മമ്മൂക്കയുടെ ആ ഒരു പോർഷനിലും ഭയങ്കര ഇമ്പാക്ട് തന്നെയാണ്. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്, പല തിയേറ്റേഴ്സിൽ പോയി കണ്ടതാണ്. ആദ്യം വരുമ്പോൾ ആ ഒരു ഇമ്പാക്ട് അവിടെ വരെ കിട്ടിയിരിക്കുന്ന മറ്റേ അതെ പിന്നെ നോയിസിനേക്കാളും ഒക്കെ ഒരു 10 ഡെസിബിൾ 20 ഡെസിബിൾ ഹയർ ആണ് ആ സാധനം. ദാറ്റ് ഈസ് ഹിസ് പവർ. പിന്നെ വി ടു ക്രിറ്റിസൈസ് പത്മഭൂഷൺ മമ്മൂട്ടി. ഒരു ലെജൻഡാണ്. സോ ലെറ്റ് ഇറ്റ് ബി. അപ്കമിങ് പ്രൊജക്ട്സ് അപ്പോൾ എന്തൊക്കെയാണ്? അപ്കമിങ് ഇനി മലയാളത്തിൽ 2 വളരെ ഇൻട്രസ്റ്റിംഗ് റൈറ്റർ ഡയറക്ടേഴ്സ് ഉണ്ട്. രാജ് പ്രഭാവതി മേനൻ എന്ന് പറഞ്ഞൊരു റൈറ്ററും പിന്നെ അൻവർ എന്ന് പറഞ്ഞ വേറെ റൈറ്ററുണ്ട്. അൻവർ എൻ്റെ കൂടെ ഓഫീസറിലൊക്കെ ഉണ്ടായിരുന്നു. വെരി ഗുഡ് റൈറ്റർ. ഇവർ രണ്ടുപേരായിട്ടുള്ള ചെറിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവരുടെ ഫസ്റ്റ് ഫിലിംസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് സെറ്റായി. ഒരു എന്താ പറയുക പറഞ്ഞ സോളോ ലീഡ് എന്ന് പറയുന്ന സാധനത്തിലോട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കാനുള്ള ഒരു നീക്കം അങ്ങനെ നടത്തുന്നുണ്ട്. പിന്നെ അതാണ് മലയാളത്തിൽ ഇപ്പോൾ. പിന്നെ ഇപ്പോൾ കഥകൾ കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഹിന്ദിയിൽ ഇനിയിപ്പോൾ റിലീസ് ചെയ്യാനുള്ള ഒരു അടിപൊളി സാധനമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് സീരീസാണ്, പക്ഷെ അത് ഫുൾ കേരളത്തിലാണ് ഷൂട്ട് ചെയ്തത്. ഹിന്ദി സീരീസാണ്, പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറാണ് കാണിക്കുന്നത്. മറ്റേ ട്രോളിംഗ് ടൈപ്പ് അല്ല, മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതെ നോ. പക്ഷെ ഭാഗ്യത്തിന് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ഹീസ് ഫ്രം മാംഗ്ലൂർ. അദ്ദേഹത്തിന് മലയാളം അറിയാം, തുളു അറിയാം, കന്നഡ അറിയാം. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു ടൈപ്പ് ഒരു സാധനമാണ്. അപ്പം നമ്മുടെ ജോഗ്രഫി ഒക്കെ തന്നെയാണ്. നമ്മുടെ മനകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്ന അടുത്ത മാസം ഒരു കന്നഡ ഫിലിം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് കന്നഡയാണല്ലോ, കന്നഡയല്ല, അവള് അവിടെ നിന്നാണല്ലോ. അപ്പോൾ അഗൈൻ ടു ആൻസർ യുവർ ഏർലിയർ ക്വസ്റ്റൻ, ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് 5 ഭാഷ അറിയാടോ. മറ്റേ ഫ്ലൂവൻ്റ് ആയിട്ട് പറയും. പോളിഗ്ലോട്ട് എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, 5 തമിഴ്, തെലുഗു, 6 ഭാഷ. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കുറച്ച് തമിഴ്, കുറച്ച് കന്നഡ. കുഴപ്പമില്ല, കാച്ചപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഈ സീരിയസ് ടോക്സ് ഇതൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗെയിം റൗണ്ട് പോലെ പിടിക്കാം. ഓഫ് കോഴ്സ്. അതിനു മുമ്പ് നമ്മുടെ ഓഡിയൻസിനായിട്ട് ഒരു
3 അല്ലെങ്കിൽ 5 പടം അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുള്ള മലയാളത്തിൽ നിങ്ങൾ കാണണം, അങ്ങനെ തോന്നിയിട്ടുള്ളൊരു 3-4 സിനിമകൾ? മോഹൻലാൽ ലാലേട്ടൻ്റെ പഴയ ഗുരു എന്നുള്ള പടമല്ലേ, അത് ഐ ഫീൽ അന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പടം. ഇന്നും ഐ തിങ്ക് ഒരു മാസ് ഓഡിയൻസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഭയങ്കര ഒരു ലെജൻഡറി സാധനമാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അവിഹിതം എന്ന് പറഞ്ഞ പടം സനാഗ്ഡയുടെ, അത് ഗംഭീര സാധനമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പേഴ്സണലി എൻജോയ് ചെയ്തൊരു പടമാണ്. പിന്നെ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയതിൽ ആവാസ വ്യൂഹം ഭയങ്കര ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അണ്ടർ റേറ്റഡ് എന്ന് എനിക്കറിയില്ല, ശ്രീയൻ കൃഷ്ണാന്തേട്ടൻ്റെ പടമാണ്. അത് അണ്ടർ റേറ്റഡ് എന്നല്ല, ബട്ട് ഐ ഫീൽ ദാറ്റ്സ് എ ഫിലിം വിച്ച് എ ലോട്ട് മോർ പീപ്പിൾ ഷുഡ് വാച്ച്. കാരണം ഈ ഒരു സൂപ്പർ ഹീറോ ജോൺറ നമ്മളിപ്പോൾ ലോക്കയിൽ കണ്ടു, പക്ഷെ ആ ജോൺറനെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒരു സാധനം അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദീസ് 3 ഫിലിംസ് ഐ ഫീൽ ഇപ്പം കൃഷ്ണാന്തേട്ടൻ്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലെ എനിക്ക് വർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന അത്രയും പാഷൻ എടുക്കുന്ന ഡയറക്ടേഴ്സ് കുറേ പേര് മലയാളത്തിലൊരു 2 പേര് പറയാൻ പറഞ്ഞു. ഡെഫിനറ്റ്ലി കൃഷ്ണാന്തേട്ടൻ്റെ കൂടെ വയ്ക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, അമലേട്ടൻ്റെ കൂടെ വയ്ക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. വേറെ ഉണ്ട് കുറേ, പക്ഷെ 2 പേരെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. ഇനി വിശാഖ് ബ്രോന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതുപോലെ 3-4 സിനിമകൾ? ഡെഫിനറ്റ്ലി മനുഷ്യത്താഴ്, വൺ ദാറ്റ് 100% മലയാളത്തിൽ നിന്ന് നമ്മുടെ അടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. രണ്ടാമത് ഹിന്ദിയിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ദിൽ ചാത്ത, അതൊരു ലാൻഡ്മാർക്ക് പടമാണല്ലോ. ഹോളിവുഡിൽ ഇന്നലെ ഞാനൊരു പടം കണ്ടു, അത് പറ്റുവാണെങ്കിൽ എല്ലാവരും പോയി കാണാം, ഗംഭീര സാധനമാണ്. മാട്ടി സുപ്രീം എന്ന് പറഞ്ഞൊരു പടം. ടിമത്തി ശാലമി എന്ന് പറഞ്ഞൊരു അവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്, പുതിയ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ഇത് എന്തായാലും കാണുന്നുണ്ട്. പിന്നെ തമിഴിൽ ഇരുവർ എന്തായാലും ഒരു മോഡേൺ ക്ലാസിക്കാണ്. നമുക്കെന്നാ ചെറിയൊരു ഗെയിമിന് എന്തൊക്കെയോ പേരാണെന്ന് ഞാൻ കേട്ടു, പിക്ഷണറിയോ മറ്റേ വരച്ചിട്ടുള്ളൂ, അത് തന്നെ തുടങ്ങിയാലോ? ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, വേറെ ആളെ കൊണ്ടാണ് ഞാൻ സമയം ചെയ്യിപ്പിച്ചത്. ബ്രോ പറഞ്ഞെടുക്കുക. അതാരാ? ഹരിശ്രേഷനാണോ? മുടി ചുരുണ്ട ഒരാളെ എനിക്ക് അങ്ങനെ അറിയുള്ളൂ, അതൊന്ന് സൂപ്പർമാനാ. ആ ശിവൻ. ഈ ലുക്ക് ഇതെന്താ സാധനം? അത് മറ്റേ ഗോപി പൊട്ട്, തെങ്കാശി പട്ടണം. ഈ മുടി ഈ സാധനം മുടി ചുരുണ്ടിട്ട് മുടി ഇങ്ങനെ ഇട്ടിരിക്കണ ഒരേ ഒരാളെ എനിക്ക് അറിയുള്ളൂ, അത് പഞ്ചാബി ഹൗസിലെ രമണനാ. ഇതെന്താ ഈ സാധനം? ചിന്തിക്കുക, ചിന്താമണി കളിക്കാൻ. അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണ വിരാടിയാർ. അടുത്ത് ഞാൻ വരയ്ക്കാം. കള്ളൻ, അരക്കള്ളൻ. അരക്കള്ളൻ മുക്കാൽ. ഇത് പടം 3 വരാം. വീട്, എന്റെ വീട്, അപ്പുന്റെ വീട്. മരം, ഡെക്കറേഷൻ ആണോ? ഇങ്ങനെ പടർന്നൊക്കെ കിടക്കണം. മറ്റേ വള്ളി, ഒരു ചെടി, ബോഗൻവില്ല. ചന്ദനം, നെറ്റി, ചുളിവ്, ചുരുളി, മുഖം, മൊത്തത്തില് തല, തലവര, സ്ത്രീ, 5 സുന്ദരികൾ. നമുക്ക് ചെറിയൊരു ദിസോർദാറ്റും കൂടെ ചെയ്ത് ഞങ്ങളുടെ അവസാനിപ്പിക്കാം. ലാലേണ്ട തുടങ്ങാം. സ്ഫടികമോർ രാവണപ്രഭു, സ്ഫടികമോർ 6-ാം തമ്പുരാൻ, സ്ഫടികമോർ നരസിംഹം, സ്ഫടികമോർ കിലുക്കം, സ്ഫടികമോർ ചന്ദ്രോത്സവം, സ്ഫടികമോർ തന്മാത്ര, തന്മാത്ര ഓർ ലൂസിഫർ, തന്മാത്ര ഓർ ഒപ്പം, തന്മാത്ര ഓർ വില്ലൻ, തന്മാത്ര ഓർ ദൃശ്യം, തന്മാത്ര ഓർ ഗ്രാൻഡ് മാസ്റ്റർ, തന്മാത്ര ഓർ തുടരും. തന്മാത്ര ജയിച്ചിരിക്കുന്നു. അടുത്ത മമ്മൂക്കട. വടക്കും വീരാത ഓർ മതിലുകൾ,
പടക്കം വീരഗാഥ ഓർ തനിയാവർത്തനം. വീരകഥ. വീരഗാഥ ഓർ വാത്സല്യം. വീരകഥ. വീരഗാഥ ഓർ രാപ്പകൽ. വീരകഥ. വീരഗാഥ ഓർ വലിയേട്ടൻ. വീരകഥ. വീരഗാഥ ഓർ നൻപകൽ നേരത്ത്. നൻപകൽ നേരത്ത്. നൻപകൽ നേരത്ത് ഓർ പുഴു. നൻപകൽ നേരത്ത്. നൻപകൽ നേരത്ത് ഓർ പുത്തൻപണം. നൻപകൽ നേരത്ത്. നൻപകൽ നേരത്ത് ഓർ ബ്ലാക്ക്. നൻപകൽ നേരത്ത്. നൻപകൽ നേരത്ത് ഓർ മുന്നറിയിപ്പ്. മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് ഓർ ഭ്രമയുഗം. ഭ്രമയുഗം. ഭ്രമയുഗം ഓർ കളങ്കാവൽ. ഭ്രമയുഗം. ഓക്കെ, ഭ്രമയുഗം ജയിച്ചിരിക്കുന്നു. ഹാപ്പി ഓർ ആനന്ദം. അതല്ല, ഹാപ്പി ഡേയ്സ് ഓർ ആനന്ദം. ആനന്ദം. അപ്പോൾ ബ്രോ, അവസാനമായിട്ട് ഈ സിനിമേനെ പാഷനായിട്ട് നോക്കി കാണുന്നവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം. ചെയ്തുകൊണ്ടിരിക്കുക. ഈ ട്രൈ ഹാർഡ്. ഇത് എളുപ്പമല്ല ഈ പരിപാടി. ഇതിൽ നമ്മുടെ ഹാർഡ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു എലിമെൻറ്റ് ഓഫ് ലക്കും ആവശ്യമാണ് ഭയങ്കരമായിട്ട്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. സോ ഐ തിങ്ക് ആ ലക്ക് നമ്മളെ തേടി വരുന്നവരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ലക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആവാണ്ടിരിക്കുക. യു ഷുഡ് ബി റെഡി. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ കില്ല് ചെയ്യുക. ബ്രോ, ഒരുപാട് സിനിമകൾ ചെയ്യുക. താങ്ക് യു. ആ പടത്തിന്റെ വെർഡിക്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, പടം ഹിറ്റ് ആയിക്കോട്ടെ ഫ്ലോപ്പ് ആയിക്കോട്ടെ, പക്ഷെ ആ കുപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഒരു വിശാഖ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും ടോപ്പായിട്ട് നിൽക്കണം. കാരണം ഏതൊരു റീലും ബ്രോൻ്റെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കോമൺ കമന്റ് ആണ് അണ്ടർ റേറ്റഡ് ആക്ടർ എന്ന്. പക്ഷെ ഇനി അതൊരിക്കലും കാണാൻ പാടില്ല. ടോപ്പായിട്ട് തന്നെ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്.